ബഹുമാനപ്പെട്ട മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി മഹാൻ പറയുന്നു, സമീഅത്തുൽ ഇമാമ ഷാഫിഇയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി തങ്ങളെ ഞാൻ കേട്ടു, യഖൂലു പറയുന്നതായിട്ട്, മൻ തഅല്ലമൽ ഖുർആന അളുമത്ത് ഖീമത്തുഹു, ഒരാൾ വിശുദ്ധമായ ഖുർആൻ പഠിച്ചാൽ ഇവൻ്റെ മൂല്യം കൂടും, വില കൂടും. ഉറപ്പനല്ലേ? ആലിമീങ്ങൾക്ക് വില കൂടുമല്ലോ. മറ്റുള്ള നാളെ ആഖിറത്തിൽ തന്നെ സാധാ മുഅ്മിനീങ്ങളെക്കാൾ ആലിമീങ്ങൾക്ക് എത്രയോ ദറജ ഉയരത്തിലാണ് ആലിമീങ്ങൾ. അതേ കാരണം ഖുർആൻ പഠിച്ചു. ഖുർആൻ പഠനം പല മോഡലാ. ഖുർആൻ്റെ അഹ്കാമുകൾ പഠിക്കുക, ഫിഖ്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയാൽ അളുമത്ത് ഖീമത്തുഹു, വില കൂടും. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ നിർത്തി തരട്ടെ. വമൻ നവറ ഫിൽ ഫിഖ്ഹി, കർമ്മശാസ്ത്രങ്ങളിൽ ഫിഖ്ഹിൽ ഒരാൾ നല്ല നെളിറ് നടത്തിയാൽ, വരികൾക്കടിയിലൂടെയും ഇടയിലൂടെയും കിട്ടേണ്ടിട കിട്ടി, മഫ്ഹൂമ് മുഖാലഫയും മുവാഫഖയും മന്ദൂക്കും എല്ലാം മനസ്സിലാക്കി ഓരോ ഇബാറത്തും ക്ലിയർ ചെയ്ത് അതിൽ കൃത്യമായി നെളിറ് നടത്തിയാൽ നബുല ഖദ്റുഹു, സ്ഥാനം വണ്ണമാവും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഇവരൊക്കെ എന്തുകൊണ്ടാ വലിയ ആളുകളായി മാറിയത്? ചൊറുക്കോണ്ടും താടിയോണ്ടൊന്നല്ല, പിന്നെ ഫിഖ് അതിൽ നല്ലോ നദർ ചെയ്തപ്പോൾ പോലെ സ്ഥാനങ്ങ് വണ്ണമായി. വമൻ തഅല്ലമ ലുഗത റഖ ത്വബഉഹു, ഒരാൾ ഭാഷ പഠിച്ചാൽ അവൻ്റെ ത്വബഅ് ലളിതമാവും, നേരിയതാവും, ഒരു വിശാലത വരും. അങ്ങനെയുള്ളൂ. ഭാഷകളൊക്കെ ശരിക്കും ക്ലിയറാക്കി കഴിഞ്ഞാൽ, എല്ലാ ഭാഷയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു സങ്കുചിത ചിന്ത ഉണ്ടാവില്ല. വമൻ തഅല്ലമൽ ഹിസാബ ജസുല റഅയുഹു, കണക്ക് പഠിച്ചാൽ അവൻ്റെ റഅയിന് നല്ല മൂർച്ച ഉണ്ടാവും, നല്ല അഭിപ്രായങ്ങൾ വരും. കാരണം ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ കണക്ക് പഠിക്കുന്നത്. അപ്പം നല്ല ചിന്തകളും നല്ല റഅയുകളും നല്ല അഭിപ്രായങ്ങളും ഇവരിൽ നിന്ന് വരും. കാര്യം തന്നെ പറഞ്ഞു, വമൻ കതബൽ ഹദീസ ഖവിയത്തു ഹുജ്ജത്തുഹു, ഒരാൾ ഹദീസ് എഴുതി വെച്ചു, ആവശ്യമുള്ള സമയത്ത് കൃത്യമായി നോക്കാൻ പറ്റുന്ന രൂപത്തിൽ, ചിന്തിക്കാൻ പറ്റിയ രൂപത്തിലൊക്കെ എഴുതി വെച്ചാൽ അവൻ്റെ ഹുജ്ജത്ത് ഖവിയത്താവും, ശക്തമാവും. അവൻ പറയുന്ന ഹുക്മുകൾക്കൊക്കെ അവനടുത്ത് ഹുജ്ജത്തുണ്ടാവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിലും എന്നാലും അതിൻ്റെ മുസ്തനദുകളായ ഹദീസും ഖുർആനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫിറ്റാവുമല്ലോ. വമൻ ലം യസുൻ നഫ്സഹു ലം യൻഫഉഹു ഇൽമു, അറിവ് നല്ലോണ്ട്, പക്ഷേ അതനുസരിച്ച് അമൽ ചെയ്തില്ല, നഫ്സിനെ കാത്തില്ല, എന്നാൽ ആ ഇൽമു ഓന് ഉപകാരം ചെയ്യൂല. മൽ ഇൽമു ഇല്ലല്ല, ഇൽമന്തിനാ അമൽ ചെയ്യാനല്ല. ഇതാര് പറഞ്ഞതാ? നമ്മളെ ഷെയ്ഖ്, നമ്മളെ മദ്ഹബിൻ്റെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരെല്ലാം കവിയാണ്, നല്ല പ്രാസത്വ വചനങ്ങളൊക്കെ ഇങ്ങനെ പറയും. ബോംബാലിമല്ലേ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.